പൊതുവേദിയിൽ CPM വിമർശനം തുടർന്ന ജി സുധാകരൻ CPM നേതാക്കൾ വയോജന പാഠശാലയിൽ പോയി വിദ്യാഭ്യാസം നേടണമെന്നും ജനങ്ങളോട് പെരുമാറുന്നത് എങ്ങനെയെന്ന് പഠിക്കണമെന്നും സുധാകരൻ. എന്തിനാണ് തന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയതെന്നും ചോദിക്കുകയാണ് സുധാകരൻ. ആദ്യം നിങ്ങൾ ഒന്നുകൂടി വയോജന വിദ്യാശാലയിൽ പോയിട്ട് അവിടെ പഠിക്കുക. പ്രായമായവർക്കുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി CPM നേതാക്കന്മാർ പഠിക്കണം. ജനങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറണം. എതിരാളികളെ അസഭ്യം പറഞ്ഞതുകൊണ്ട് കാര്യമായി, ചീത്ത പറഞ്ഞതുകൊണ്ട് കാര്യമായി. അതുകൊണ്ടല്ലേ മൊത്തം തോറ്റത്. CPM-കാർ അത് കാണും. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. നിങ്ങൾ ഒരു പാർട്ടി മാറണമെന്ന് ഞാൻ പറയുന്നില്ല. MLA ഓഫീസിലേക്ക് ഇവരെന്തിനാണ് മാർച്ച് നടന്ന് ചീത്ത പറഞ്ഞത്? എന്തിനാണ് മാർച്ച് അത് ചെയ്തത്? പോലീസ് ഇതിന് കൂട്ടാണ്. ഭരണം മാറിയൊന്നും ഇവിടുത്തെ പോലീസ് ഇതുവരെ അറിഞ്ഞിട്ടില്ല. രഘുനാഥ് നാരായണൻ ചേർന്ന വിവരങ്ങളുമായി. രഘു, ഗുഡ് മോർണിംഗ്. ജി സുധാകരൻ പരസ്യമായി ഇത്തരത്തിൽ വാക്കുകൊണ്ട് ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണല്ലോ, എന്താണ് വിവരങ്ങൾ? നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടം മുതൽ ജി സുധാകരനും CPM-ഉം തമ്മിൽ കൊണ്ടും കൊടുത്തും അങ്ങനെ പോവുകയാണ്. പലപ്പോഴും വാക്കുകൾ രണ്ടു കൂട്ടരുടെയും അതിര് വിട്ടു പോകാറുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ജി സുധാകരൻ്റെ വീട്ടിലേക്ക് CPM പ്രകടനം സംഘടിപ്പിച്ചത്. അതിനൊരു കാരണം അമ്പലപ്പുഴ നീർക്കുന്നം സ്കൂളിൽ അവിടുത്തെ CPM-ൻ്റെ പഞ്ചായത്ത് അംഗങ്ങളും ജി സുധാകരനും തമ്മിൽ വാക്കേറ്റത്തെ തുടർന്നുണ്ടായ ആ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ തുടർച്ചയായിട്ടാണ് അപ്പോൾ ജി സുധാകരൻ്റെ വീട്ടിലേക്ക് ശനിയാഴ്ച വൈകുന്നേരം CPM പ്രകടനം നടത്തിയത്. അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു MLA ഓഫീസിലേക്കുള്ള മാർച്ച് ഒരു 50 മീറ്ററിന് മുമ്പ് വെച്ച് പോലീസ് തടയുകയും CPM ജില്ലാ സെക്രട്ടറിയും അമ്പലപ്പുഴ മുൻ MLA H സലാമും ഒപ്പം തന്നെ ഏരിയ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ അതിരൂക്ഷമായ ഭാഷയിലാണ് ജി സുധാകരനെ വിമർശിച്ചത്. ജി സുധാകരൻ MLA ആയതൊക്കെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു മറവിൽ CPM-നെ ആക്രമിക്കാൻ വന്നാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കും. ഒപ്പം തന്നെ പൊതുവേദിയിലൊക്കെ ഇത്തരത്തിൽ CPM-നെതിരായിട്ടുള്ള രാഷ്ട്രീയ വിമർശനം തുടർന്നാൽ അവിടെ സ്വാഭാവികമായിട്ട് തന്നെ CPM-കാരുണ്ടാവും. പ്രസംഗത്തെയൊക്കെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കരുത്. ആ രീതിയിലായിരുന്നു CPM-ൻ്റെ ജില്ലാ നേതാക്കളുടെ പ്രസ്താവന. ഇതിനു പിന്നാലെയാണ് ഇന്നലെ അവിടെ ഒരു പൊതുചടങ്ങിൽ, സർക്കാർ പരിപാടിയൊന്നുമല്ല, റെസിഡൻസ് അസോസിയേഷൻ്റെ പരിപാടിയായിരുന്നു, അവിടെ രാഷ്ട്രീയ വിമർശനം ജി സുധാകരൻ നടത്തിയത്. എന്തായാലും അടുത്ത ദിവസങ്ങളിലും അല്ലെങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ പോലും ഇത്തരത്തിൽ CPM ആലപ്പുഴയിൽ CPM-ഉം ഒപ്പം തന്നെ ജി സുധാകരനും കൊണ്ടും കൊടുത്തും മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് എന്നുള്ളതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ ഈ ജി സുധാകരനും ഒപ്പം തന്നെ CPM നേതാക്കളുടെയും പ്രസ്താവനയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരി.